CPM അഞ്ചൽ ഏരിയ സമ്മേളനം ഇന്ന് തുടങ്ങും. സമ്മേളനവേദിയായ ഏരൂർ ഭാരതിപുരം ഓയിൽ പാം കൺവെൻഷൻ സെന്ററിൽ ഉയർത്തുന്നതിനുള്ള പതാക പി ലാലാജി ബാബു സ്മൃതി മണ്ഡപത്തിൽ നിന്നും VS സതീഷിന്റെ നേതൃത്വത്തിലും, കൊടിമരം C ജയശങ്കർ സ്മൃതി മണ്ഡപത്തിൽ നിന്നും, R ബിജുവിന്റെ നേതൃത്വത്തിലും, MA അഷ്റഫ് സ്മൃതി മണ്ഡപത്തിൽ നിന്നും, K ഷിബുവിന്റെ നേതൃത്വത്തിൽ ദീപശിഖയും ജാഥകളായി സമ്മേളന നഗറിൽ എത്തിച്ചേരും. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രതിനിധി സമ്മേളനം നടക്കും. 161 പേർ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K സോമപ്രസാദ് അഞ്ചൽ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഏരിയ സെക്രട്ടറി D വിശ്വസേനൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് 29 വൈകിട്ട് 5 ആലഞ്ചേരി ജംഗ്ഷനിൽ റെഡ് വോളണ്ടിയർ പരേഡും ബഹുജന റാലിയും പൊതുസമ്മേളനവും നടക്കും. LDF കൺവീനർ TP രാമകൃഷ്ണൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S ജയമോഹൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. കിഴക്കൻ മലയോര മേഖലകളിൽ ആകെ ഒരു ഉത്സവ പ്രതീതി ഉളവാക്കുന്ന രൂപത്തിലേക്കാണ് നമ്മൾ സമ്മേളനം പ്രധാനമായും ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തെ ശക്തിപ്പെടുത്തുക. ഇടതുപക്ഷം മാത്രമേ രാജ്യത്തൊരു ബദലുള്ളൂ. അതുകൊണ്ട് ഇടതുപക്ഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതിനാണ് ഞങ്ങളുടെ സമ്മേളനങ്ങളെല്ലാം വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കഴിഞ്ഞ 8 വർഷക്കാലം ഈ കേരളത്തിലെ അധികാരത്തിലിരിക്കുകയാണ്. ഈ അധികാരത്തിലിരിക്കുന്ന സന്ദർഭത്തിൽ ഗവൺമെൻറ് എല്ലാ മേഖലയ്ക്കും നൽകിയിട്ടുള്ള വലിയ വികസന കുതിപ്പ് ഈ മലയോര മേഖലയിൽ ലക്ഷ്യമാക്കി മലയോര മേഖലകളിൽ മുമ്പ് ഉണ്ടായിരുന്ന പരാധീനതകളും ദുരിതങ്ങളും അകറ്റി മുന്നോട്ട് നയിക്കാൻ തന്നെ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ സമ്മേളനങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. അത് ജനങ്ങളുടെ സമക്ഷത്തിലേക്ക് അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇനി ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരുന്നതിനിടയിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾക്ക് ഒരു മുൻഗണന പട്ടിക കൂടി തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് ആണ് സംസ്ഥാന സർക്കാർ തന്നെ കണക്കിലെടുത്ത് കിൻഫ്ബി പദ്ധതി ഉൾപ്പെടുത്തി 1000 കോടി രൂപ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായതോടുകൂടി വലിയ വലിയ കണ്ടെയ്നറുകൾ അവിടെ വരുന്നു. ആ കണ്ടെയ്നർ വരുന്നത് തന്നെ ചെറിയ ചെറിയ കണ്ടെയ്നറുകളാക്കി ട്രെയിൻ മാർഗവും അതുപോലെ തന്നെ ഉപരിതല ഗതാഗത വകുപ്പും വഴി നാടുകളിലേക്ക് എത്തപ്പെടുമ്പോൾ തൂത്തുക്കുടിയെ കൂടി ബന്ധപ്പെടുത്തി കൊല്ലം പോർട്ടിനെയും ബന്ധപ്പെടുത്തി വിഴിഞ്ഞം പോർട്ടിനെയെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ നിലയിലേക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ 1000 കോടി രൂപ വിഴിഞ്ഞം അതോടൊപ്പം തന്നെ കൊല്ലം പുനലൂരിനെ കൂടി കിൻഫ്ബി പദ്ധതിയിൽ 1000 കോടി രൂപ മുടക്കുന്ന ഒരു പദ്ധതിയിൽ ഉൾപ്പെട്ട് വരുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു 10,000-കണക്കിന് വരുന്ന ആളുകളുടെ തൊഴിലവസരങ്ങളെന്ന് മാത്രമല്ല, പുനലൂർ പണ്ട് ആദ്യകാലങ്ങളിൽ തിരുവിതാംകൂർ മേഖലയിലെ വ്യവസായ ഭൂപടത്തിൽ പേപ്പർ മില്ലും പ്ലൈവുഡിനും എല്ലാം വലിയ സ്ഥാനമുണ്ടായിരുന്നു. ആ സ്ഥാനം ഒക്കെ നഷ്ടപ്പെട്ടതിൻ്റേതായ ഒരു വിഷമത പുനലൂർ മണ്ഡലം അനുഭവിക്കപ്പെടുന്നു.